Japan. Japan. പോലെ നമ്മൾ ടൂർ പോയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വൈകിട്ടോ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റാത്തത് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ആകുമ്പോൾ നമുക്ക് ഇന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വൻ റിസ്ക് ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഷോപ്പിൽ പോയി ചോദിച്ചു. സ്റ്റോറേജ് നല്ല കുറവുള്ള ഫോണാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫോൺ മറ്റല്ലാതെ വേറെ നിവർത്തിയില്ലാന്നാണ് ആൾ പറഞ്ഞത്. ഷോർട്ട് വീഡിയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതിലുള്ള വോയിസൊക്കെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വീഡിയോക്ക് സൗണ്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ അല്ലേ. അപ്പോൾ ഞാനായിട്ട് സൗണ്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഗായ്സ് അപ്പോൾ ഇതാ ഞങ്ങൾ മാറ്റി റെഡിയായി ഇറങ്ങിക്കണു. ഞങ്ങളിപ്പോൾ പോണത് എവിടേക്കാണ്? തിരുമലൈ പാലസ് കണ്ടിട്ട് വരാം. അപ്പോൾ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാണ്ട്, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാണ്ട് പോലെ. ഇതാണ് നമ്മൾ ഇന്നത്തെ, അതായത് നമ്മൾ ഇന്ന് വരാനും കാണാനും ഉദ്ദേശിച്ച ഇതാണ് ഞങ്ങൾ കാണാൻ വേണ്ടി വന്ന സ്ഥലം കേട്ടോ. മധുരയിലാണ്. അപ്പോൾ കഴിഞ്ഞ ലോങ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ എവിടെ വന്നിട്ടാണ് റൂം എടുത്ത് സ്റ്റേ ചെയ്തതെന്നൊക്കെ ഉള്ളത് മധുരയിലാണ് കേട്ടോ. അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്. തിരുമലൈ നായ്ക്കർ പാലസ് എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട് കേട്ടോ. ഒരുപാട് മൂവിയിലുള്ള സോങ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടും കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ വരാനുള്ള കാരണം മോനുമാണ്. കാരണം മോനു റീൽസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ധനുഷ്കോടിയാണ് പോകാൻ വേണ്ടി വിചാരിച്ചത്. ഇവിടെ വരിക എന്നുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കണവർക്ക് മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു സ്ഥലം. ഗൈസ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നത് ആ ബ്ലൂ ഷർട്ട് ഇട്ട ആളാണോ. നമ്മൾ മലപ്പുറത്തുള്ള ചെറുക്കന്മാരാണ്. ഞാൻ പിന്നെ എവിടെയും പരിചയക്കാരെ കണ്ടെത്തും. ഇതാണ് നമ്മളെ സ്ഥലം. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് വന്ന് കാണാനുണ്ട്. ഇതല്ലേ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത, വേറൊന്നുമില്ല. ഇവിടെ വന്നിട്ടുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. അത്യാവശ്യം ചൂട് പുറത്തുണ്ടെങ്കിലും ഇതിനകത്ത് നല്ല തണുപ്പാണ്. ഞങ്ങളവിടെ എത്തിയ ടൈമിൽ ഒരുപാട് വിദേശികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞാൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഒരു പ്രാവശ്യം പോയി വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇനിയും അവിടെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അവിടെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. അവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ടോ ഈ എഴുതി വെച്ചിരിക്കണേ. ശരി, നമ്മൾ അടുത്തുള്ള ആൾക്കാരുണ്ടോ. ചെറുപ്പളശ്ശേരിയാണ് ഓല്. പിന്നെ ഓലെ ഫാമിലിയിൽ പെട്ട ഒരാൾ പാറപ്പുറം, നമ്മളെ കോട്ടപ്പാടത്തിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. ഓലെ ഫാമിലിയാണത്. നമ്മൾ കണ്ടപ്പോൾ ആകെ വണ്ടടിച്ചിട്ട്, കാരണം നമ്മൾ തൊട്ടടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഗായ്സ് ഞങ്ങളത് ഏകദേശം കഴിഞ്ഞു, പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് നമ്മളെ നിത പറയും. നിത പറഞ്ഞ ചരിത്രം അവിടെ പോകണോ? ഈ പാലസ് റോയൽ പാലസ് എന്നാണ്. പിന്നെ ഇതൊരു 1636 തിരുമലൈ നായർ എന്ന് പറഞ്ഞ ഒരു രാജ കയറ്റിയതാണിത്. പിന്നെ ഇവിടെ എന്താന്ന് പറഞ്ഞാല് ഇത് വലിയൊരു പാലസാണ്. അത് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ കാട്ടിലും ഇപ്പൊ ഒന്നുകൂടി ഇത് വലുതാക്കിക്കാണെന്ന് പറയണേ ഇവിടെ കേട്ടോ. പിന്നെ ഇങ്ങനെ പറയണ ഇതൊരു നാട്യവിലാസം എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പേര് രാജന വെച്ചത്. പിന്നെ സ്വർഗവിലാസം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. സ്വർഗത്തിന്റെ പോലെയാണ് ഇത് നമുക്ക് കണ്ടാല് തോന്നുക. അതിലൊരു തൃപ്തി ഉണ്ട്, അതായത് തണുപ്പും ഇതൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സ്വർഗവിലാസം എന്ന് പറഞ്ഞിട്ട് ആ രാജാന് പേര് വെച്ചു. നാട്യവിലാസം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രാജാനൊക്കെ ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കും. അതുകൊണ്ടാണ് ഇത് നാട്യവിലാസം എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പേര് കേട്ടോ. പിന്നെ ഇതിന്റെ ചുമരില്ലേ ഈ വോള് 12 മീറ്റേഴ്സ്. 12 മീറ്റേഴ്സിന്റെ ഇതിന്റെ ഓരോരോ കമ്പിയാണ് 300 മീറ്റേഴ്സിന്റെ വലിപ്പവും ഇതൊക്കെ ഉണ്ട്. ഒരു തൂണില് നമ്മൾ ഒരു 5-6 ആള് നിന്ന് കഴിഞ്ഞാല് കൈ പിടിച്ചാൻ പറ്റൂലല്ലോ, അത്രക്കും ഇതുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങളത് ഏകദേശം ഇവിടുത്തെ കഴിഞ്ഞു. പ്രാവുകളൊക്കെ ഫുള്ള് എല്ലായിടത്തും കൂടിയും പ്രാവുകളാണ്. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമുക്ക് സൗണ്ടൊക്കെ വെക്കുന്നുണ്ടോ. നെക്സ്റ്റ് ഞങ്ങളൊരു വിദേശിനെ പരിചയപ്പെട്ടോ. ഇതൊക്കെ പിന്നെ ഏകദേശം ഭാഷകളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിചയപ്പെടാനും പോയി സംസാരിക്കാനൊക്കെ പറ്റും. ഞങ്ങളോട് ഒന്ന് പോയി സംസാരിക്കടിയെന്നും പറഞ്ഞാണ്ട് സൈഡിൽ നിൽക്കണ്ടോ. എൻ്റെ ആ നൃത്തവും ഭാവമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഒന്നും മനസ്സിലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു, തലാട്ടുന്നു. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരട്ടെ, കാരണം ആ ടൈമിൽ എനിക്ക് എന്നെ കാണൂലല്ലോ. ആളെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട താമസം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ റെഡിയായി നിന്നു കൊടുത്തു കേട്ടോ. Japan. Yeah. We are from Kerala. Kerala? Yeah. Are you? I was in Kerala. Okay. Yeah, before coming here. Which place in Kerala? We are from Palakkad. Palakkad? Yeah, Palakkad. Palakkad is a state. Yeah. We are living in Manarkad.
വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ആൾ വാങ്ങി ആ ചാനലിൻ്റെ നെയിമൊക്കെ വാങ്ങി സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഒരു ടീം തന്നെ സായിപ്പും മദാമയൊക്കെ കയറിയുന്നുണ്ടോ. പിന്നെ ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല, ഉച്ചക്കത്തത് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഈ സൈഡിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഓല കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വെച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. നമ്മളെവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണേ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. ഇനി ഇത് കമ്മലെങ്ങാണ്ടോ എടുത്തു എന്നാണ് ഒരു ഓർമ്മ. ഞാൻ മാലയാണ് കേട്ടോ വാങ്ങിയത്. ഈ കാണുന്ന മാലക്കൊക്കെ 50 രൂപയാണ് കേട്ടോ. സംഭവം നല്ല ലാഭമാണ്. കാരണം 50 രൂപയ്ക്ക് ഈ ഒരു മാല കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അത് 50 രൂപക്കുള്ള ക്വാളിറ്റി തന്നെ ഉള്ളൂ. നമ്മൾ എത്ര റേറ്റ് കൊടുത്താലും അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടും എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കാം. കാരണം 50 രൂപക്കുള്ളൊരു ക്വാളിറ്റി മാത്രമേ ആ ഒരു മാലക്ക് ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെത്തി അപ്പം തന്നെ അത് പൊട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീണിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ അതിൻ്റെ ആ ഒരു ചെയിന് പൊട്ടി. അപ്പം നമ്മൾ വെറുതെ 50 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ തൊട്ടടുത്ത് ഏതാണ് നല്ല ഷോപ്പ് ഫുഡ് കഴിക്കാനെന്ന് നോക്കി അങ്ങനെ കയറിട്ടോ ഞങ്ങള്. മോനു ബിരിയാണിയാണ് ഗായ്സ്, ഞങ്ങളെല്ലാരും സാപ്പാട്. ഓക്കെ മട്ടൻ ചുക്ക മീൻ പിന്നെ അയിലാണ് എന്ത് നോക്കാണ് സ്പെഷ്യൽ ഉള്ളതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. കണ്ടോ അതെന്താണ് ടേസ്റ്റ് നോക്കാം. സോറ് അമ്മ എനിക്ക് കൊഞ്ചം പോതും ഇത് പോതും. ഇവിടുത്തെ പ്രത്യേകത ഈ റൈസാണ്. ഇത് നമ്മുടെ നാടൻ റൈസ് ആണെങ്കിൽ ഒന്നും കൂടി നമ്മൾ ചോറൊന്നും അതാ അതന്നെ സ്പെഷ്യല്. ആ ഇത് സ്പെഷ്യലാണ് ഇത്രേ. ജസ്റ്റ് ഇവിടെ ഫുഡ് മാത്രമല്ല കേട്ടോ അടിപൊളി. നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞിട്ടുള്ളൂ സ്വീകരിച്ചതും കൂടി ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി. നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുന്നതിന് മുന്നേ അവിടെയുള്ള സ്പെഷ്യലുകളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു കേട്ടോ. ഇതെന്താ പറയുക? മട്ടൻ എലുമ്പ് കറി. ഇതെങ്ങനെയുണ്ട്? இந்த குழம்பு அடிபொலியா இருக்கு. அது இந்த சூப்பர். என்ன சூப்பரா இதெல்லாம் சாப்பிடுறோம். சாப்பிட்டு பாரு எப்படி இருக்குன்னு. இது குடலங்காய் சூப்பரா இருக்குன்னா பாரு. இந்த குழம்புல நிறைய வச்சிருக்கேன் நான். வேற கொண்டு வரேன் குழம்பு. ஓகே. இந்த ஐயர் சாப்பிடு. குடிக்கணும் இருக்கு. இது മധുര രസം അടിപൊളിയാണ്. സാപ്പാട് അടിപൊളി. ലെമനോ പിന്നെ ബിരിയാണിയാണ് അടിപൊളിയാണ്. എങ്ങനെയുണ്ടെന്നും രസമൊന്നും കഴിക്കാത്ത നിഷാദാണ്. ഫുള്ള് രസമൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇതാണല്ലേ ഞാൻ രണ്ടാമത് ചോറ് വാങ്ങി. ഇതെന്താണ്? പുളിക്കുളമ്പോ? ആ പുളിക്കുളമ്പ്. പിന്നെ ഇതെന്തോ ഒരു കുളമ്പ്. ഇത് ക്യാരറ്റ് മട്ടന്റെ മട്ടൻ ഗ്രേവി ഐറമീൻ നല്ല ഗുണമുള്ള മീനാണെന്ന്. ഹെൽത്തിനോ? ആ ഇത് കുണ്ടിച്ചിരക്ക. ഇത് ക്യാരറ്റ്. റൂമിന്റെ ലൊക്കേഷൻ അല്ല, ഈ ഹോട്ടലിന്റെ ലൊക്കേഷൻ എവിടെയെന്നുള്ളത് ഈ ഹോട്ടലിന്റെ ആളോടെ നമുക്ക് ചോദിക്കട്ടെ. കാരണം എവിടെയാണ്? പോത്തീസി. ജോസ് അലുക്കാസ് അതിന്റെയൊക്കെ തൊട്ടടുത്ത്.
ബാലാജി ആനന്ദ ഹോട്ടൽ. ബാലാജി അണ്ണൻ്റെ ഹോട്ടലിൽ നിന്നാണോ ഉദ്ദേശിച്ചതെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ കൊടുക്കണില്ല കേട്ടോ. ആള് പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്തതിൻ്റെ പേരിൽ ഞാൻ വേറെ എന്തൊക്കെയോ ആണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഷോപ്പ് വരുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഷോപ്പായിട്ട് തോന്നും, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര സൗകര്യമാണ് കേട്ടോ. ആരെങ്കിലും മധുര വരാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ പാലസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഹോട്ടൽ. സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വന്നാൽ മതി. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമുക്കൊന്നും ഫുഡ് ഫ്രീ ആയിട്ട് തന്നിട്ടില്ല. നമ്മൾ കഴിച്ചതിൻ്റെ ബില്ല് നമ്മൾ 1 രൂപ പോലും കുറയാതെ അവിടെ കൊടുത്തുക്കണു. ഇവിടെ നമ്മൾ മലയാളികൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഫുഡിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് എവിടെയാണ് നല്ലത് എവിടെയാണ് ചീത്തതെന്ന് പറയാൻ പറ്റൂല, അറിയാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഏതാന്ന് ചോദിച്ചപ്പോൾ യൂട്യൂബേഴ്സ് എന്നുള്ളത് പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും നമ്മൾ വീഡിയോ എടുക്കേണ്ട യൂട്യൂബർ ആണെന്ന് അറിയേണ്ട മുന്നെയാണ് നമുക്ക് ഫുഡൊക്കെ ഒരു ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നത് കേട്ടോ. അതൊന്നും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു വിചാരിച്ചിട്ടല്ല ഒരു തന്നത്. പിന്നെ ഫുഡ് അടിപൊളി ടേസ്റ്റാണ്. അത്ര ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ വേറെ എവിടുന്നും കഴിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്നവർക്ക് നമ്മൾ താമസിച്ച റൂമും ഈ ഒരു ഹോട്ടലാകുമ്പോൾ അടിപൊളിയായിരിക്കും. കറക്കും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ കയറി കുറച്ചധികം നേരം ഓല് ഞങ്ങളെ റൂമിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മളെ പ്ലാൻ എന്താ, എത്ര മണിക്ക് എണീക്കണം, എത്ര നേരം ഉറങ്ങണം, പിന്നെ നമ്മൾ പോയ സ്ഥലത്തിനെ പറ്റിയിട്ട് ഫുഡിനെ പറ്റിയിട്ട് അങ്ങനത്തെയൊക്കെ സംസാരമാണ്. മോനൊക്കെ ആകെ ബോധരഹിതനായി ഉറങ്ങാൻ പാകത്തിന് കഴിച്ചു കൊണ്ടോ. ഓമിനെ എവിടെ പോയി കഴിഞ്ഞാലും മട്ടൻ ബിരിയാണിയാണ് ചോദിക്കുക. ഇവിടെ നിന്ന് എനിക്ക് മട്ടൻ ബിരിയാണി അടിപൊളിയായിട്ട് തന്നെ കിട്ടി. വേറെ സ്ഥലത്തു നിന്നൊന്നും ഇവിടുത്തെ അത്ര ടേസ്റ്റിൽ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ എന്താ ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വീറ്റ് പാക്കില്ലേ, അതും അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ. അതിന് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇതാണ് പോലെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നത്. നമുക്കത് എടുത്തോളാൻ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഓരോന്ന് വിധം തന്നു. വെയിലിൻ്റെ ചൂടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉച്ച ടൈമിൽ പുറത്തിറങ്ങാന്ന് പറയുന്നത് തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു. നമ്മൾ കയറുമ്പോൾ തന്നെ ആകെ ക്ഷീണമായിരുന്നു. അപ്പം നല്ല രീതിക്കൊന്ന് ഉറങ്ങി എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഗായ്സ്, അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ എവിടെ പോയത് പറയാൻ കിട്ടൂല, അതാണ് ചോദിക്കുന്നത്. എന്ത് പാലസ്? പാലസിന്റെ പേര് എനിക്കറിയില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പൊ എടുക്ക വീഡിയോ. ഇതാ നമ്മൾ പോയ പാലസിന്റെ പേരെന്താ? തിരുമലൈ. തിരുമലൈ. ഇനി ഇങ്ങോട്ടെ പുറത്ത് ഇനി വാങ്ങിച്ച വന്നു. ഗൈസ് കിട്ടി. നമ്മളിപ്പോ പോയത് തിരുമലൈ പാലസിലാണ്. അവിടുന്ന് വന്ന് കുറച്ചു നേരം കടന്നു, കുളിച്ചു, വീണ്ടും റെഡിയായി. ഇനി നമ്മൾ നേരെ ധനുഷ്കോടി പോകണതാ രാമേശ്വരം. രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടി. ഇത് അപ്പുറത്തെ റൂമിൽ നിന്ന് വന്നാണ്ട് ഞാൻ ഓളോടാൻ ചോദിച്ചത് സ്ഥലം. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന്. ഇനി നമ്മൾ നേരെ രാമേശ്വരം, അത് കഴിഞ്ഞ് ധനുഷ്കോടി. എനിക്കിങ്ങനെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ നാക്കുൾക്കിടും. ഒന്നാമത്തെ സൗണ്ട് പോണോണ്ടാണ്. പിന്നെ അല്ലാതെ നാക്കുൾക്കുമ്പോൾ അന്നിതാ ഇങ്ങോട്ട് വരൂ. അതിന് എനിക്ക് എത്തൂല അന്നേ, ഇങ്ങനെ പൊങ്ങണം. അപ്പം ഇതാ ഞങ്ങൾ ഇറങ്ങുക പറഞ്ഞാൽ മറ്റും ബാത്റൂമിലുണ്ടോ, ഇറങ്ങാനാവണുള്ളൂ. റൂം ഇങ്ങനെ ഉണ്ടോ കാണുന്നുണ്ടോ? ഇതൊരു റൂം 2 റൂം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ ശ്രീ കണ്ണ കേട്ടോ. അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ അടിപൊളി റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഒരുപാട് റൂമിന് റേറ്റ് ചോദിച്ച റൂമൊക്കെ കയറി കണ്ടതിന് ശേഷമാണ് ഈ ഒരു റൂം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ തൂക്കി നമ്മൾ ഇറങ്ങി. വണ്ടിമ്മ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഒന്നിങ്ങോട്ട് വെയിൽ താവാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ഒരു 4-5 മണിക്കാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല വിജയ് ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മുന്നിൽ കുറേ ദൂരം വരെ ഉണ്ടായിരുന്നു ആ ഒരു ഓട്ടോ. ഈ ടൈമിൽ യാത്ര ചെയ്യാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ രാമേശ്വരത്തേക്കാണ് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്ഥലം കൂടി പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയി. ഏർവാടി പോകുന്നുണ്ട്. നമ്മൾ ഏർവാടി കയറി കുറച്ച് നേരം നിന്നിട്ടാണ് നമ്മൾ അവിടുന്ന് നേരെ രാമേശ്വരത്താണ് പോയി റൂം എടുക്കുന്നത്. അവിടെ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ. പോണ വഴിക്ക് നമ്മളൊരു കടയിൽ കയറിയിട്ട് കൊത്തു പൊറാട്ടയും കോഫിയും ചായയൊക്കെ കുടിച്ചിട്ടു. അതിൽ കൊത്തു പൊറാട്ട അടിപൊളിയൊന്നും രക്ഷയുണ്ടായില്ല. നമ്മൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നറിയാനിട്ട് ഒന്നാണ് കേട്ടോ വാങ്ങിയത് കൊത്തു പൊറാട്ട. പക്ഷേ കോഫിയും ചായയും 5 പൈസക്ക് ഉണ്ടായില്ല. പിന്നെ നേരെ ഏർവാടി പോയിട്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മകരിവിടെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എന്താ അവിടെ നടക്കുക എന്നുള്ളത് ഏറെക്കുറെ ആൾക്കാർക്ക് അറിയുള്ളൂ. ആ ടൈമിൽ നമ്മൾ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോണ് പോലും അവിടുന്ന് തിരിച്ച് കിട്ടൂല. പിന്നെ അവിടുന്ന് ചായയും ബേക്കറിയൊക്കെയാണ് കഴിച്ചത്. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ പാമ്പൻ പാലം വഴിയാണ് രാമേശ്വരത്തേക്ക് എത്തിയത്. ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ പകൽ ടൈമിൽ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനോ കാണാനോ ഒന്നും പറ്റിയില്ല. പിന്നെ അത് ഏകദേശം 2 മണിയായപ്പോഴത്തേക്കും നമ്മൾ രാമേശ്വരത്തെത്തി. ഇവിടെയും കുറേ അലച്ചിലും തിരിച്ചിലും കഴിഞ്ഞിട്ടാണ് നമുക്ക് റൂം സെറ്റായത്. അവിടുത്തെ ഏകദേശം അതേ റേറ്റുള്ള റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അത്ര സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. റൂം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. പക്ഷേ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളിവിടെ എത്തി, റൂം എടുത്തു. ഇപ്പം എത്രയായിരുന്നു ടൈം? 2:06. ഏകദേശം 1:50
അതിനൊക്കെ ഞങ്ങളിപ്പോൾ റൂമിലേക്ക് കയറിയത് 2:06 ടൈം. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളൊരു കൊത്തു പൊറാട്ടയും ചായയും കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഏർവാടിയിൽ നിന്ന് എന്ത്? ചായയിൽ ഏർവാടിയിൽ നിന്നൊരു ചായ, പിന്നെ സമൂസ ഇത് കഴിച്ചു. സമൂസ ചായയും കൂടി കുടിച്ചു. ഇപ്പം നല്ല വിശപ്പുണ്ട്. ഇനി പുറത്ത് പോയി നോക്കണം ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ടെന്നാണ് തോന്നണേ. നിഷാദ് ഈ നേരത്ത് വന്നിട്ട് TV ഇടാൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞ കണ്ടോ. ഏത് സമയത്തായാലും ആൾക്ക് TV കാണണം. ഫുൾ ടൈം വരെ ഇട്ടച്ച് നടക്കുന്ന ആളാണ്. ഇനി ഞാൻ മറ്റോലെ റൂം കാണിച്ചു തരാം. നിതടിയും മോനുണ്ട് അപ്പുറത്താണ് കേട്ടോ. ഇത് കുറച്ച് അപ്പുറം ഇപ്പുറം ആയിപ്പോയി. മറ്റേത് നമ്മൾ അവിടുത്തെ റൂം അടിപൊളിയാണുണ്ടോ, സൂപ്പറായി. മോനുടെ മോനു എങ്ക இருக்கு அங்க என்ன பண்ணிட்டு இருந்தேன்? രാമേശ്വരത്ത് എത്തിയ ടൈമിൽ ഫസ്റ്റ് വീഡിയോക്ക് കമൻറ്റുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടു. അപ്പോൾ ആ ഒരു ടൈമിൽ കണ്ട കമൻറ്റാണ് നിങ്ങൾ എന്തിനാ ഓല പിന്നാലെ പോണേന്നൊക്കെ ഉള്ളത്. അതായത് ഓല ഒന്ന് സ്വസ്ഥമായിട്ട് വിട്ടൂടെ എന്നുള്ളത്. അതിനുള്ളൊരു മറുപടി ഞാൻ ഇതിനെ കൊണ്ട് തന്നെ ചോദിച്ച് പറയിപ്പിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അതിൽ ആഡ് ചെയ്യേണ്ട, കാരണം അന്ന് പറഞ്ഞതല്ലേ. ആ ഒരു കമൻറ്റ് കണ്ടതിൽ ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് ചോദിക്കും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. വേറെ ഒന്നുമല്ല, ഓലെ നമ്മൾ നിർബന്ധിച്ച് എവിടെയും കൊണ്ടുപോകണതല്ല. ഓലെ നമ്മളെ നിർബന്ധിച്ച് വിളിച്ച് നമ്മൾ ഓല കൂടെ പോണതാണ്. പിന്നെ ഓല റൂമിലല്ല നമ്മൾ കിടക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൽക്കുണ്ട്. ഒരു പ്രൈവസിയിൽ നമ്മൾ കൈ കടത്തണില്ല. ഓൽക്ക് സെപ്പറേറ്റ് ആയിട്ട് എവിടെ പോകണമെങ്കിലും പോകാം, നമുക്ക് പോകണമെങ്കിലും പോകാം. രണ്ടും കപ്പിൾസ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, ഫാമിലി ഇല്ല. പിന്നെ കുട്ടിനെ കൊണ്ടാവാത്തതിൻ്റെ കാരണം ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെറുതായിട്ട് ഞാൻ പറയാം. എവിടെയെങ്കിലും കുറേ ലോങ് ആയതുകൊണ്ടാണ് കേട്ടോ കുട്ടിനെ കൊണ്ടാവാതിരുന്നത്. അനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങൾ എൻ്റെ ഒപ്പം പോരുന്നീന്? അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അതൊന്നും നിങ്ങൾ വല്ലാതെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കുട്ടീനെ കൊണ്ടാത്തതും തന്നെ നമ്മൾ പോരുന്നത് റിസ്ക് പിടിച്ചൊരു പോക്കാണ്. സ്കൂട്ടിയിലാണ് നമ്മൾ. ട്രെയിന് ബസ് കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇടങ്ങേറുകൾ ഉണ്ടാവും. അപ്പോൾ കുട്ടീനെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേന്ന് വിചാരിച്ചിട്ടാണ് കുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് പോരുന്നത്. അതായത് കുട്ടി ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെ പോരുന്നത്. ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാൻ പോട്ടോ, എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ്. അപ്പോൾ ഒരു കടന്നോട്ടെ. നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കണേ. പുറത്ത് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സമയം 2:50. ഞങ്ങൾ രാമേശ്വരം ടൗൺ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. സമയം പറയണേ, ഞങ്ങൾ ആ ടൈമിന് വിളിക്കാം. സമയം നിങ്ങൾ പറയണം. പിന്നെ വിളിക്കും. അപ്പൊ എണീക്കേണ്ടി വരും. 2:30 ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും എവിടെ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഭാഗ്യത്തിന് റൂമിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ പോയി ചായ, ബേക്കറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ കഴിച്ച് വിശപ്പ് അങ്ങനെ അടക്കിട്ടോ. ഇപ്രാവശ്യം കിട്ടിയ റൂം കുഴപ്പമുണ്ടായില്ല. പക്ഷെ മറ്റേ റൂമിൻ്റെ അവിടേക്ക് അങ്ങോട്ട് എത്തൂല എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളത് ആ ചായയൊക്കെ കൂടി കഴിഞ്ഞ് നേരെ റൂമിൽ പോയി ഒന്ന് കിടന്നുറങ്ങി. നല്ല രീതിക്കൊന്ന് ഇറങ്ങിട്ടോ. രാവിലെ വെച്ചിട്ട് നമുക്ക് പിന്നെയും കറങ്ങാൻ പോകാനുള്ളതല്ലേ. അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചുണർത്തേണ്ട ഡ്യൂട്ടിയൊക്കെ ഷൈനാണ് കേട്ടോ. അപ്പോൾ രാവിലെ പോയി ചായയൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾ ഓരോ കാലിച്ചായൊക്കെ കുടിച്ച് മാറ്റി റെഡിയായി ഇറങ്ങിട്ടോ. ഇന്നത്തെ ദിവസം ഇറങ്ങുന്നത് ധനുഷ്കോടിയാണ്. അതായത് ഇന്ത്യയുടെ എൻഡ് ഓഫ് ലാൻഡ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സർപ്രൈസ് ആയിട്ട് സംഭവം നടന്നു. ഈ ദിവസം നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതായത് നിക്കാഹ് ആനിവേഴ്സറി ആയിരുന്നു. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ല. ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടോ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതിലെ വോയിസൊക്കെ ഞാൻ മ്യൂട്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിട്ട് വരും നമ്മുടെ വീഡിയോ. അതുകൊണ്ടുണ്ടോ നമ്മൾ മാറ്റി റെഡിയായി ഓല വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. തികച്ചും യാദൃശ്ചികമായിട്ട് നമ്മളൊരു വെഡിങ് ആനിവേഴ്സറി ഞാൻ ആഘോഷിച്ചു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് തന്നെ അറിഞ്ഞിക്കുകയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാമെന്ന് തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ വന്നിട്ടുള്ള ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ബീച്ച്, ടവർ, എൻഡ് ഓഫ് ലാൻഡ്, പിന്നെ നമുക്ക് പാമ്പൻ പാലം, പിന്നെ രാമേശ്വരത്ത് വെള്ളുണ്ടി തീർത്ഥം എന്ന സ്ഥലം, പിന്നെ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്, അതൊക്കെയായിരുന്നു കേട്ടോ നമ്മളെ ലക്ഷ്യസ്ഥലം. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ആ ഒരു വെയിലിലാണ് കേട്ടോ. വെയിൽ തുടത്തുന്ന ടൈമിലാണ്. നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് വന്ന് കുറച്ചധികം തന്നെ റീൽസിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് സെറ്റാക്കിട്ടോ. കാരണം പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ അതിനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ബീച്ചിലേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എൻഡ് ഓഫ് ലാൻഡ് ആ ഒരു
സ്ഥലത്ത് ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇറങ്ങണം വിചാരിച്ചിട്ട്, പക്ഷേ നടന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ ഈ ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇതെന്തോ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ ഈ ഒരു ബിൽഡിങ് മാത്രം ഇതേപോലെ അവശേഷിച്ചു എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു ചരിത്രം. ബാക്കിയെല്ലാം പോയി, അത് മാത്രം അവിടെ നിന്നു എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടുതൽ ചരിത്രവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അത്യാവശ്യം കച്ചവടങ്ങളും കാര്യങ്ങളും ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ കൂടുതലായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവിടുന്ന് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ നോക്കിയിട്ട് ഒന്നും വാങ്ങിയതൊന്നുമില്ല, വെറും ഈ ഒരു ശംഖ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ, അങ്ങനത്തെ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇതേപോലുള്ള പ്രതിമകൾ അങ്ങനത്തെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടത്. ഇവിടെ എത്തി കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിങ്ങനെ വെയിൽ കൊണ്ടിട്ട് തളരാൻ തുടങ്ങിയിട്ട് നമുക്കിങ്ങനെ കിടക്കണം ഇരിക്കണം അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരുന്നു ഞങ്ങൾ. കേരള യൂട്യൂബ് ഹായ് சொல்லுங்க. ഞങ്ങൾക്ക് ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റാതിരുന്നത് എന്താണെന്ന് അറിയാം, നമ്മൾ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ അങ്ങോട്ട് തിരിച്ച് പോകുമ്പോൾ കയറാൻ വിചാരിച്ചു. തിരിച്ച് പോകുന്ന ടൈമിൽ ലൈറ്റ് ഹൗസ് ക്ലോസ് ആയിരുന്നു. പിന്നെ 5 മണിക്കാണ് 4 മണിക്കാണ് ഓപ്പൺ എന്ന് പറഞ്ഞു. ആ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും റൂമിൽ നിന്ന് ഇറങ്ങി വരാനും പറ്റില്ല. അപ്പോൾ അത് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മിസ് ചെയ്യരുത്. വെറും 10 രൂപ ടിക്കറ്റിന് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല വ്യൂ അവിടെ നിന്നാൽ കിട്ടും എന്നാണ് പറയുന്നത്, കേൾക്കണേ കേട്ടോ. ഇതിൻ്റെ ഒന്നും കൂടുതൽ ചരിത്രം എനിക്കറിയില്ല. വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ പോകാതെ ഈ ഒരു സംഭവം മാത്രം അവിടെ അങ്ങനെ നിലനിന്നപ്പോൾ അതൊരു അത്ഭുതമായിട്ട് മാറി. അപ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറി, അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറേ വള മാല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനത്തെ ഈ ശംഖുകൊണ്ടും അതുകൊണ്ടും മുത്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കറക്റ്റ് ആ ഒരു സംഭവം കണ്ടില്ലേ. അതിൻ്റെ 4 പുറം നമുക്ക് കമ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാനും അത് കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഷിപ്പിലാണ്. ഷിപ്പാണെന്ന് തോന്നുന്നില്ലേന്നും കണ്ടില്ല, എൻ്റെ എനർജിയൊക്കെ പോയി തളർന്നു കൊണ്ടോ. ബീച്ചിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ബീച്ചിൽ ഇറങ്ങാതെ ഞങ്ങൾ കയറി. നമുക്ക് 4 മണിക്ക് വരാം, റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ നമ്മളിതാ ഇവിടെ എത്തിയെന്ന് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അതിനേക്കാട്ടും വലിയ തമാശ, നമ്മൾ എൻഡ് ഓഫ് ലാൻഡ് കാണാൻ വന്ന ടൈമിൽ നമ്മൾ ഒരുപാട് ഷോർട്സും കാര്യങ്ങളും ഇതിൻ്റെ ഇട്ടിരുന്നു. ഇത് അവിടെ പണി നടക്കുകയാണ്, ഇതിൻ്റെ ഭംഗിയൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ നമുക്ക് പാളി, ലൈറ്റ് ഹൗസിലും പാളി, എല്ലായിടത്തും നമുക്കൊന്ന് പാളിട്ടോ. പിന്നെ ബീച്ചിൽ ഇറങ്ങാതെ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊന്ന് താന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വെയിൽ താവാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ഈ ധനുഷ്കോടിയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് അടക്കും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതിനകത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ എത്ര ഇരുട്ടായാലും തിരിച്ചു പോകാം. പക്ഷെ ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ ഒരു ടൈമുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചും പറഞ്ഞും അന്വേഷിച്ചും പോകാൻ വേണ്ടി നോക്കുക. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക, ബ്ലൂവും ഗ്രീനിലും ആണ് കേട്ടോ വെള്ളം കടലിൽ. അത് രണ്ടും ഒന്നിക്കൂല. അപ്പുറത്തെ സൈഡ് ബ്ലൂ, ഇപ്പുറത്തെ സൈഡ് ഗ്രീൻ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ അവിടുത്തെ റിയൽ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഷോർട്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഹൗസിൽ കയറാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെയും കിട്ടിയില്ല. ലൈറ്റ് ഹൗസിലെ സമയവും കഴിഞ്ഞു. പിന്നെ ബീച്ചിൽ ഇറങ്ങാതെ പോവുകയും ചെയ്തിട്ടു. ഇതാണ് സംഭവിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ബിസ്മിയിലാണ് കേട്ടോ പോയത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് താഴെ തന്നെയായിരുന്നു. അവിടെ എനിക്കിഷ്ടമായത് ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രമാണ് കേട്ടോ, സോറി ചിക്കൻ ചില്ലി മാത്രമാണ്. ബാക്കിയൊന്നും 5 പൈസയൊക്കെ ഉണ്ടായിരുന്നില്ല. സത്യം പോലെ പറയണല്ലോ, നമ്മൾ മധുരയിൽ നിന്ന് കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഓരോ വെള്ളവും കുടിച്ചു ഞങ്ങൾ. എന്നിട്ട് പോയാണ് ഉറങ്ങി, നല്ല രീതിക്ക് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ പോകണം എന്നുള്ളതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് മറന്നു. പിന്നെ അതാ ഇറങ്ങുന്നത് ഈ ഒരു ടൈമിലാണ്. അങ്ങനെയാണ് ധനുഷ്കോടിയിലേക്ക് പോണ ചെക്ക് പോസ്റ്റ് അടച്ചു എന്നുള്ളത് ഞങ്ങൾ അറിയണം. ഞങ്ങൾ ഇറങ്ങാൻ വൈകിട്ടോ. പിന്നെ അവിടെ അടച്ചതുകൊണ്ട് ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ലൈറ്റ് ഹൗസ് എന്നുള്ള ആഗ്രഹവും പോയി, അവിടെ ബീച്ച് എന്നുള്ള ആഗ്രഹവും പോയി. നേരെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിൽ കണ്ടുപോയത്. അവിടെ പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കയറി കാണാം, എത്ര ആൾക്ക് വേണമെങ്കിലും കയറി കാണാം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങൾ, കാര്യങ്ങൾ, ആൾ ഉപയോഗിച്ചിരുന്ന ഐറ്റംസുകൾ, അങ്ങനെ കണ്ടുപിടിച്ചതും അങ്ങനത്തെയൊക്കെ ആളെ മൊമെൻറ്റോസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കേട്ടോ. അപ്പോൾ അത് കണ്ട് നേരെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത്. ഫസ്റ്റ് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഗൂഗിൾ മാപ്പിനോട് ചോദിച്ച് തിരഞ്ഞെടുത്തൊരു ബീച്ചാണ് ഇവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വഴി കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് വഴി അറിയില്ലായിരുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ ചർച്ച് വഴി ഒരു ഫോറസ്റ്റിൻ്റെ അകത്തു കൂടിയൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിക്ക് പേടിയായി. അപ്പോൾ ഇവർ വരൂ നമുക്ക് വഴി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല രീതിക്ക് പേടിയായി. ഞാനപ്പം കുറേ പോയി. മോനൂനും നിതക്കും ഭയങ്കര പേടിട്ടോ. കുറച്ചധികം ദൂരമുണ്ട്, തിരിച്ചു വരുമ്പോഴത്തേന് ഇരുട്ടാവും എന്നിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് രാമേശ്വരം വെള്ളുണ്ടി തീർത്ഥം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ബീച്ച് ഉണ്ട്, അവിടെയാണ് കേട്ടോ പോയത്. ഇവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം ഈ ഒരു ടൈമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ കറങ്ങി പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേന് ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളുണ്ടി തീർത്ഥം എന്ന് പറയണ്ടോ. കടലിൻ്റെ നടുവിലാണ് ഈ ഒരു കിണർ വരുന്നത്. ഇതിൽ വെള്ളത്തിന് ഒട്ടും ഉപ്പില്ല എന്നാണ് കേട്ടോ ചരിത്രം. ഇത് ഹിന്ദു പുരാണത്തിലുള്ളതാണ്. സീതാദേവിക്ക് ദാഹിച്ച ടൈമിൽ ശ്രീരാമൻ വില്ലെറിഞ്ഞ് സൃഷ്ടിച്ചതാണ് ഈ ഒരു കിണർ എന്നാണ് കേട്ടോ ചരിത്രം. ഇതിൽ നമുക്ക് കടലിൽ
സ്മെല്ലാണ് ഈ ഒരു കിണർ വരുന്നത്. പക്ഷെ ഒട്ടും തന്നെ ഉപ്പില്ല. ഇതാണ് അവിടെ വെള്ളുണ്ടി തീർത്ഥം എന്നുള്ള പേരിൽ അറിയപ്പെടണം കേട്ടോ. ഇത് 3 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ മധുരം അനുഭവപ്പെടുന്നൊക്കെയാണ് ചരിത്രം. ഞങ്ങളിത് കുടിച്ചൊന്നും നോക്കിയിട്ടില്ല, കുടിച്ച പോലെ അനുഭവം കേട്ടതാണ് കേട്ടോ. നമുക്ക് സംസം വെള്ളം എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഓൽക്ക് തീർത്ഥവും കാര്യങ്ങളൊക്കെ. പോലെ ചരിത്രത്തിലും പോലെ വിശ്വാസത്തിലും ഏറ്റവും വിലപ്പെട്ട ഒരു തീർത്ഥമാണ്. ഈ ബീച്ചിൽ നിന്ന് പിന്നെ ഞങ്ങൾ രാത്രിയാണ് കേട്ടോ തിരിച്ച് പോയത്. അവിടുന്ന് എറണാകുളത്തുനിന്ന് വന്ന കുറച്ച് ടീമിനെ നമ്മൾ പരിചയപ്പെട്ടതാണ്. മലയാളികളാണ്. മലയാളികളെ പിന്നെ നമ്മൾ എവിടെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഓല് വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ മലയാളികളല്ലേന്ന് ചെന്നുകൊണ്ട് അങ്ങോട്ട് പോയി സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഭയങ്കര കമ്പനിയായിട്ടോ. ഓല് നമ്മളെ പോലെ തന്നെ മധുരയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് അറിഞ്ഞത്. ഞങ്ങൾ മധുരയിലെ പാലസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പോയിട്ടില്ല. എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഇറങ്ങണം പറഞ്ഞു തന്നതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഓല് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചു കേട്ടോ. ബിസ്മിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഞങ്ങൾക്ക് ബിസ്മിൽ ഉച്ചക്ക് ഫുഡ് അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് ചെറിയൊരു തട്ടുകടയിൽ കയറി. മോനുവിൻ്റെ ചിരി കണ്ടില്ലേ? ആ ചിരി അങ്ങനെ ഇരിക്കാൻ കാരണം എന്താ പറയുക, നമ്മൾ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. നിത ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിലേക്ക് വന്ന കുളമ്പ് ഒരു 1.5 കുളമ്പായിരുന്നു. എന്തോ ഒരു വാട്ടക്കറി. പിന്നെ അവിടുന്ന് ചായ കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് പോയി നമ്മൾ ചായ കുടിച്ച് പിന്നെ നേരെ പോയി കടന്നുറങ്ങി. പിറ്റേ ദിവസം 2 മണിക്ക് നമുക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ നമ്മളെ ടൂർ ഏകദേശം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. എന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. 2 മണിയായി. ഏകദേശം ഒരു 2:30 ആകുമ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. നാട്ടിലേക്ക് എപ്പോഴും എത്താമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യേണ്ടത് 2 മണിക്കാണ്. കാരണം നമ്മൾ ഇവിടെ 2 മണിക്കാണ് വന്ന് കയറിയത്. അപ്പോൾ അതേ ടൈമിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഇതാ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. പാക്കിങ്ങൊക്കെ അവിടെ കഴിഞ്ഞു. ഫുള്ള് സെറ്റാണ്. കുളിയും മറ്റല്ലോ കഴിഞ്ഞു. അപ്പം ഇനി ഇറങ്ങട്ടെ. ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ലാസ്റ്റ് എൻഡാണ് നമ്മളെ വീഡിയോൻ്റെ. രാവിലത്തെ ചായ നമ്മൾ വന്ന ദിവസം 2 മണിക്ക് വന്ന് ചായയും ബേക്കറിയൊക്കെ കുടിച്ച ആ കടല് അവിടെ നിന്ന് തന്നെയുണ്ടോ രാവിലത്തെ ചായ. അവിടുത്തെ ചായ അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ ബേക്കറി ഐറ്റംസ്, കേക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചു. അത്യാവശ്യം നമ്മൾ വിശപ്പടക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ ആ ടൈം നമുക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചായ കുടിച്ചോന്ന് മാത്രം, ഉറക്കമൊന്നും ഇല്ലാതിരിക്കാൻ കേട്ടോ. മോനുവിന് ഇതൊക്കെ തീരെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ 2 മണിക്ക് കയറിയതുകൊണ്ട് തന്നെ 2 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ ഈ നടന്നു പോകണത് ആ ഒരു ടൈമിൽ നടന്നു പോകണം. അമ്പലത്തിലുള്ള ആൾക്കാരുണ്ടോ, ഓരോ പൂജ കാര്യങ്ങൾ അങ്ങനത്തെ. പിന്നെ ഇതാണ് നമ്മളെ പാമ്പൻ പാലം. ഞങ്ങൾക്ക് പകൽ ടൈമിൽ കാണാൻ പറ്റാത്തത് ഭയങ്കര സങ്കടമായിട്ടോ. ആ സങ്കടം തീർക്കാൻ കുറേ ടൈമായി കൂടെ നടന്നിട്ട് നമ്മൾ റീൽസൊക്കെ എടുത്തിട്ടാണ്ടോ തിരിച്ച് പോകുന്നത്. തിരിച്ച് പോരുന്ന വഴി ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കുറേ നേരം നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോനും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഉറക്കക്ഷണം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം കിടക്കാൻ പാകത്തിനുള്ള വീതിയും സ്ഥലമൊക്കെ ഉള്ള ബസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കടന്നു. പിന്നെ എണീറ്റ് താമരക്കുളത്തിൻ്റെ അതിനായിരുന്നു പുണ്യ ഫുൾ നമ്മളെ യാത്ര. അപ്പോൾ അവിടെ ഇറങ്ങി 1 or 2 താമരമുട്ട് പറിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതിൻ്റെ നമ്മൾ വിത്തും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. മുളപ്പിച്ചിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ അത് നമ്മളെ മധുര വീണ്ടും എത്തി. മധുര എത്തിയപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അവിടെ ഒന്നുകൂടി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നി. പിന്നെ നമ്മൾ മധുരയൊക്കെ കഴിഞ്ഞ് പൊള്ളാച്ചി എത്തുന്നതിൻ്റെയൊക്കെ മുന്നേ ഉണ്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. ഫുഡിൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. 5 പൈസക്ക് ഇല്ലാത്ത ഫുഡ്, അധികം റേറ്റ് വരുന്നു. ബിരിയാണി 5 പൈസക്കില്ല. ഞാനത് ഇഷ്ടമാവാൻ്റെ തൈര് സാദം വാങ്ങി. തൈര് സാദം തൊള്ളിലേക്ക് വെക്കാൻ കൊള്ളൂല. ഞാനത് ഫുള്ള് വേസ്റ്റ് കളഞ്ഞിട്ടോ. ഒടുക്കത്തെ ജാടയും കടയിലുള്ളവർക്ക്. ഒരു വയസ്സായ ചേച്ചിയും അതിൻ്റെ ഹസ്ബൻഡും കൂടിയാണ്. 5 പൈസക്കില്ല എന്ന പോലെ ജാടയാണെങ്കിലോ ഭയങ്കര ജാടയും. റേറ്റ് ആണെങ്കിൽ നമ്മളെ കൊല്ലുന്ന റേറ്റ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചത് തീരെ ശരിയാകത്തോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കണ്ട ഒരു തോട്ടത്തിൽ കയറി അവിടെ ആളോട് ചോദിച്ചിട്ട് കുറച്ച് പപ്പായ അറുത്തിട്ടു. 2 പപ്പായ അറുത്ത് പഴുത്തത് അതൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ചു പോരുന്ന വഴി നമ്മൾ ഹൈവേയിൽ പോരുമ്പോൾ ഒരു ചായക്കട കണ്ട് അവിടെ നിർത്തിയിട്ടോ. മോനും നിധി ആദ്യം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വെയിലിൻ്റെ ചൂടുകൊണ്ട് നിർത്തിയാണ്ടോ, അല്ലാതെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് അങ്ങനെ നിർത്തിയല്ല. പിന്നെ എന്ത് ചൂടാണെങ്കിലും കയറി കഴിഞ്ഞാൽ ഞാൻ ചായക്കാരം, എനിക്ക് തണുത്തത് പറ്റൂലല്ലോ. ഇതാ കരിഞ്ഞാച്ചി, ഇതൊക്കെ കരിഞ്ഞു ഗായ്സ്. ടാൻ അടിച്ചു. ഇതാണ് വെയിൽ ഗായ്സ്. ഇതാണ് ഇപ്പം ഞങ്ങളെ അവസ്ഥ. കരിക്കട്ടയായി. വെയിലത്ത് നമ്മൾ ഈ ചൂടത്ത് ബൈക്കിൽ പോന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതിൽ ഞാനാണോ കൂടുതൽ കറുത്തത്? ടയർ പഞ്ചറായതാണ് ഏറ്റവും വലിയ സങ്കടം. പഞ്ചറല്ലട്ടോ, അതാ നിൽക്കണു. പോച്ച് മൊത്തമാ പോച്ച്. ഇനി ഒന്നുമേ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളതും അങ്ങോട്ട് പോകുമ്പോൾ വലുതും. ഇപ്പം മനസ്സിലായല്ലോ, ഒപ്പം ഒരാളില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോന്നു കഴിഞ്ഞാൽ കുടുങ്ങൂലേ. ഒരു ടീമിൻ്റെ ഇപ്പോൾ ഒരു ടീമും കൂടി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. എന്താണ് ടയറ് പുതിയത് ഇല്ല. ഇവിടെ റോഡ് ഫുൾ ഹൈവേ ആണ്. ഒന്നുമില്ല, ഒരു ഷോപ്പില്ല, ഒന്നുമില്ല. ഞങ്ങൾ ടീ ഷോപ്പിലാണ് ഇരിക്കുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുന്നിടത്തോളം അവിടുന്ന് ബോണ്ടയും മുണ്ടയും സമൂസയും ടീയും കോഫിയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
ഇവിടെ കുറച്ചധികം നേരം തന്നെ വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുട്ടികൾക്കുള്ള ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ. ഒന്നുമില്ല, ചെറിയ രീതിയിലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങി. കോട്ടാപ്പുറത്തേക്കും ഇവിടേക്കും ഓരോ പാക്കറ്റ് അത്രയൊക്കെ തന്നെയുള്ളൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിട്ടോ. ഇത് പാക്കറ്റായിട്ട് അനുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വീഡിയോസൊന്നും ഞാൻ ലോങ് വീഡിയോയിൽ എടുത്തിട്ടില്ല. വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ചിക്കൻ പൊരിച്ചത്, മന്തി, ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. വെറുംചോറ്, കുമ്പളങ്ങക്കറി, ബീഫ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കടന്നുറങ്ങി. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്